ഓം സ്വാമിയേ ശരണമയ്യപ്പ. വാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 153 നാമങ്ങളിലെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 154 നാമം. ഓം നിരുപാധേ നമ. ഉപാധിയില്ലാത്തവൾ എന്നാണ്. സമീപേ ആദദാതി മിത്യുപാധി എന്നാണ്. അപ്പോൾ ശുദ്ധസ്ഫടികം സമീപവർത്തിയായിട്ടുള്ള പുഷ്പത്തിൻ്റെ നിറം സ്വീകരിക്കുന്നത് പോലെ തന്നെ ചൈതന്യം അവിദ്യാജന്യമായിട്ടുള്ള നാനാത്വ ബുദ്ധി സ്വീകരിക്കുന്നതിനെ ഉപാധി എന്ന് പറയണു എന്നാണ്. അപ്പോൾ അവിദ്യാസ്പർശമേൽക്കാത്തവൾ എന്നും അനവച്ഛേദ്യെന്നും സഖണ്ഡ അഖണ്ഡ ഉപാധികൾ ഇല്ലാത്തവളെന്നും ഇതിൽ നിന്നൊരു ധ്വനിയുണ്ട്. അപ്പോൾ ഹൈതുക കൃപാസിന്ധുവാണ് ദേവി എന്നും നിരുപാധികം ഉപാസകനിൽ ദേവി കരുണ ചൊരിയും എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിശ്ചല തടാകത്തിൽ കരക്കിരിക്കുന്ന നമ്മളും വൃക്ഷങ്ങളും തലകുത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറില്ലേ? അപ്പോൾ ജലത്തിൻ്റെ നിശ്ചലമായിട്ടുള്ള പ്രതലമാണ് അവിടെ ഉപാധിയായിട്ട് വരുന്നത് ഇല്ലേ? അപ്പോൾ കാര്യകാരണബോധമുള്ള നമുക്ക് നമ്മളും വൃക്ഷങ്ങളും തലനിർത്തി നിൽക്കുകയല്ല എന്നൊക്കെ അറിയാം. പക്ഷെ അതറിയാത്തൊരു കുഞ്ഞിന് അത് ഭ്രമജ്ഞാനം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പലരും ഈ കുഞ്ഞിൻ്റെ സ്ഥാനത്താണ് അല്ലേ? കുറച്ച് ആളുകൾക്കറിയാം ജലം എന്ന ഉപാധിയാണ് ഈ വിരുദ്ധബോധം സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അറിയുന്നവർക്കും അവർ തലകുത്തി നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രത്യക്ഷഭാവം ഒരിക്കലും മറിച്ചാകുന്നുമില്ല. ആ അനുഭവം ഉപാധി നിലനിൽക്കുന്നത് വരെ തുടർന്ന് കാണുകയും ചെയ്യും. അപ്പോൾ ഈ യുക്തി തന്നെയാണ് ശരീരബോധം എന്ന ഉപാധി നിലനിൽക്കും വരെ പ്രപഞ്ചബോധവും സത്യമായിരിക്കും എന്നുള്ളത്. അപ്പോൾ വ്യാവഹാരികമായിട്ടുള്ള സത്യം എന്നാണ് അതിന് പേര് പറയുക തന്നെ. അപ്പോൾ അത് പാരമാർത്ഥികമാണെന്ന് മാത്രം നമ്മൾ ശഠിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപാധി ദേവിക്ക് ബാധകമല്ല എന്നാണ് ഈ നിരുപാധയേ നമ എന്നുള്ള നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി 155 നാമം. ഓം നിരീശ്വരായൈ നമ. തനിക്ക് മറ്റൊരു ഈശിതാവില്ലാത്തവൾ എന്നാണ് നാമത്തിനർത്ഥം. ഈശിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷകൻ അല്ലേ? അപ്പോൾ രക്ഷകൻ തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ എല്ലാറ്റിൻ്റെയും രക്ഷക ദേവിയാണ് എന്ന് നമ്മൾ അനുസ്മരിച്ചു. അപ്പോൾ ദേവിക്ക് മറ്റൊരു ഈശ്വരനില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ സകല മതങ്ങളെയും രണ്ടായിട്ട് തിരിക്കാം എന്നാണ്. സ്വേശ്വര മതമെന്നും നിരീശ്വര മതമെന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഈ രണ്ട് മതങ്ങളും ദേവിക്ക് ഒരുപോലെ തന്നെയാണ്. അഥവാ ഈ രണ്ട് മതങ്ങളും ദേവിയിൽ നിന്ന് ഭിന്നവുമല്ല എന്നാണ് ആ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 156 നാമം. നീരാഗായേ നമ. രാഗമില്ലാത്തവൾ എന്നാണ്. അപ്പോൾ രാഗമില്ലാത്തത് കൊണ്ട് തന്നെ ക്രോധാദി വികാരങ്ങളൊന്നും ഇല്ല എന്നൊരു സൂചന അവിടെ വരണം. അപ്പോൾ ഇവിടെ ശാണ്ഡില്യ സൂത്രം അനുസരിച്ച് ദ്വേഷ പ്രതിപക്ഷ ഭാവാദ്ര ശബ്ദാശ്ച രാഗ എന്നാണ്. അപ്പോൾ ഭക്തിയെ രാഗശബ്ദം കുറിക്കുന്നു എന്നാണ്. അപ്പോൾ ഭക്തിയിൽ നിന്ന് നിഷ്ക്രാന്തയായവൾ അല്ലെങ്കിൽ ജനിക്കുന്നവളാണ് ദേവി അല്ലേ? അപ്പോൾ ഈ പദം നീ പ്ലസ് രാഗ നീരാഗ എന്നാണ്. സന്ധി ചെയ്ത് നീരാഗപദത്തെ നമുക്ക് നീര അധികം അക എന്ന് ആകുമ്പോൾ നീരാഗ എന്ന് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നീരം എന്ന് പറഞ്ഞാൽ ജലവും അകം എന്ന് പറഞ്ഞാൽ പർവ്വതവുമാണ് അല്ലേ? അപ്പോൾ ജലം ഗംഗയും പർവ്വതം ഹിമവാനും. അപ്പോൾ പർവ്വതപുത്രി പർവ്വതം തന്നെയാണ്. അഭേദം കൽപ്പിച്ചാൽ ഗംഗയും പാർവതിയുമായവൾ എന്നും നീരാക എന്നുള്ള പദത്തിന് നമുക്ക് അർത്ഥം ലഭിക്കുന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി 157 നാമം. രാഗമഥനായേ നമ. രാഗത്തെ മഥിക്കുന്നവൾ എന്നാണ്. അപ്പോൾ രാഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച വിഷയങ്ങളോടുള്ള അഭിരതിയാണ് അല്ലേ? അല്ലെങ്കിൽ ആഭിമുഖ്യമാണ്. പ്രാപഞ്ചികമായ വിഷയഭോഗങ്ങളിൽ മുഴുകാനാണ് ഇന്ദ്രിയങ്ങൾക്ക് സ്വതേ താല്പര്യം തന്നെ. അപ്പോൾ ദൈവീക ശക്തിയോട് അഭിരതി വളരും തോറും ഭൗതിക കാര്യങ്ങളിലുള്ള രാഗം
ചുരുങ്ങും എന്നാണ്. അങ്ങനെ ഭക്തൻ്റെ മനസ്സിലെ രാഗാദി വികാരങ്ങളെ കളഞ്ഞ് ശുദ്ധ സാത്വിക ഭാവങ്ങൾ ഉണർത്തി പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ നിന്നും ഭക്തനെ മുക്തനാക്കുന്നവളാണ് ദേവി എന്ന് ഈ നാമത്തിന് അർത്ഥമായിട്ട് എടുക്കാം എന്നാണ്. അപ്പോൾ രാഗത്തെ മഥിച്ച് വൈരാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതായത് തൈര് മഥിച്ച് വെണ്ണ എടുക്കുന്നത് പോലെ തന്നെ രാഗമഥനി എന്നൊരു പാഠഭേദവും ചില പുസ്തകങ്ങളിൽ കാണാറുണ്ട്. അതും തെറ്റൊന്നുമല്ല. ഇനി 158 നാമം ഓം നിർമ്മദായൈ നമഃ. മതമില്ലാത്തവൾ എന്നാണ്. അപ്പോൾ സർവജ്ഞയും സർവശക്തയുമാണ് ദേവി എങ്കിലും അതിൻ്റെ ഗർവ് ലേശവും ഇല്ലാത്തവളാണ് ദേവി എന്നാണ്. അപ്പോൾ സൗന്ദര്യം, യൗവനം, ശക്തി, ഐശ്വര്യസമൃദ്ധി ഇവ ഓരോന്നും അഹങ്കാരത്തിൻ്റെ വിത്തുകളാണ് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേർന്നാൽ പിന്നെ പറയാനില്ല എന്നും അറിയാം. അപ്പോൾ ലോകത്തിന് മാതൃക കാട്ടേണ്ട ദേവി ഇവയിൽ അതുല്യതയുള്ളപ്പോൾ തന്നെ അതിൻ്റെ മതം അല്ലെങ്കിൽ അഹങ്കാരം തൊട്ടു തീണ്ടുക പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗീതയിൽ ഇത് ഒന്നും കൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥനുവർത്തതേ. ഗീതയിൽ 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ശ്രേഷ്ഠജനത്തിൻ്റെ നടപടിക്രമമാണ് സജ്ജനങ്ങൾ അനുകരിക്കുന്നത് എന്നും അവർ എന്തിന് പ്രമാണമായി കരുതുന്നുവോ അതാണ് ലോകം പിന്തുടരുന്നത് എന്നുമാണ് ആ ഗീതാവാക്യത്തിൻ്റെ അർത്ഥം തന്നെ. ഇനി 159 നാമം ഓം മതനാശിന്യൈ നമഃ. മതത്തെ നശിപ്പിക്കുന്നവൾ എന്നാണ്. ദേവി മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അന്യരിലെ മതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ എത്ര ഗർവിഷ്ഠനും ദേവിയോട് അടുത്തു പോയാൽ ഗർവൊഴിഞ്ഞ് വിനീതനായി മാറുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പദം മദന അധികം അശിനി മതനാശിനി എന്ന് നമുക്ക് പിരിക്കാം. അപ്പോൾ മദനൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണല്ലോ. മദനൻ മനഃചാഞ്ചല്യം ഉണ്ടാക്കുന്നവനുമാണ്. ആ മദനനെ അശിക്കുന്നവൾ എന്ന് പറയുമ്പോൾ വിഴുങ്ങുന്നവൾ എന്നൊരർത്ഥം കൂടി അതിന് വരുന്നു. അപ്പോൾ ഭക്തൻ്റെ മനസ്സിനെ ഉലയ്ക്കുന്ന മദനെ വിഴുങ്ങുന്നവളാണ് ദേവി. അങ്ങനെ ഭക്തന് മനോദാർഢ്യവും ലക്ഷ്യപ്രാപ്തിയും ലഭിക്കാൻ ഇടയാക്കുന്നു എന്നും ആ നാമത്തിനൊരർത്ഥമായിട്ട് നമുക്കെടുക്കാം. ഇനി 160 നാമം ഓം നിശ്ചിന്തായൈ നമഃ. ഒന്നിലും ഉത്കണ്ഠയില്ലാത്തവൾ എന്നാണ്. ചിന്ത ഉത്കണ്ഠയാണ് അല്ലേ. അപ്പോൾ എല്ലാം അറിയുന്ന ആളിൽ എന്തിലാണ് പിന്നെ ഉത്കണ്ഠ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ചിന്ത എന്ന് പറഞ്ഞാൽ ചിതയാണ് അല്ലേ. ചിത ശവത്തെ നീറ്റുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ചിന്ത ജീവിതത്തെ നീറ്റുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചിന്തയ്ക്ക് കപടം എന്നുള്ളൊരർത്ഥം പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ കാപട്യ ലേശമില്ലാത്തവൾ നിശ്ചിന്ത എന്നാണ്. ആചാര്യസ്വാമികൾ പറയണ കേട്ടിട്ടില്ലേ നമ്മൾ? ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത വൃദ്ധസ്താവൽ ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിനസക്ത. അപ്പോൾ ഇത് അത്ഭുതത്തോടെയാണ് ആചാര്യസ്വാമികൾ പാടാറുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ വാർദ്ധക്യത്തിലെ ചിന്ത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ശരിക്കും ചിത തന്നെയാണ് അല്ലേ. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആധ്യാത്മിക മാർഗം വളരെ നേരത്തെ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ദേവിയെപ്പോലെ നിശ്ചിന്തയാകാനുള്ള പരിശീലനമാണ് ഭക്തരിൽ രൂഢമൂലമാകേണ്ടത്. അതിനുള്ള മാർഗദീപമാണ് ഈ നാമം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി 161 നാമം ഓം നിരഹങ്കാരായൈ നമഃ. ഞാനും എൻ്റേതെന്നുമുള്ള ഭാവന, അഹങ്കാരം, ആ അഹങ്കാരം ഇല്ലാത്തവൾ എന്നാണ്. സത്വം, രജസ്, തമസ് എന്ന ഗുണങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ചിട്ട് വൈകാരികം, തൈജസം, ഭൂതാദി അങ്ങനെ 3 പ്രകാരത്തിൽ അഹങ്കാരം ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ സകല അനർത്ഥങ്ങൾക്കും അടിസ്ഥാനം അഹങ്കാരമാണ്. നമ്മുടെ പുരാണാതിഹാസങ്ങളുടെ മുഴുവൻ അന്തസാരത്തെ ഒരു വാചകത്തിൽ ഒതുക്കണം എന്ന് പറഞ്ഞാൽ ഒരു സംശയവും കൂടാതെ പറയാം, അഹങ്കാരത്തിൻ്റെ വേരറുക്കുക എന്ന്. അപ്പോൾ നാരദൻ, ദുർവാസാവ്, വിശ്വാമിത്രൻ തുടങ്ങിയ ഋഷി പൊങ്കവന്മാർ പോലും
അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കയ്പ് നീർ കുടിച്ചിറക്കിയിട്ടുള്ള കഥകൾ പുരാണങ്ങളിൽ നമുക്ക് സർവ്വസാധാരണമായിട്ട് അല്ലെങ്കിൽ സുലഭമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേവി അഹങ്കാര നിർമുക്തയാണെന്ന് മാത്രമല്ല, ദേവി ഉപാസകന്മാരും അഹങ്കാര നിർമുക്തരായി മാറുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് ഒന്നുകൂടി സ്പഷ്ടമായിട്ട് തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനം ഭാവമിഹ തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഇതിൽ ലളിതമായിട്ട് അത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക? അത്ര അധികം ലളിതമായിട്ടാണ് എഴുത്തച്ഛൻ നമുക്കത് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളത്. ഇനി 162 നാമം. ഓം നിർമോഹായ നമ. മോഹമില്ലാത്തവൾ എന്നാണ് ആ നാമത്തിനർത്ഥം. മോഹം ആഗ്രഹമാകാം, നന്മതിന്മകളെ പറ്റിയിട്ടുള്ള വിവേചനമില്ലായ്മയാകാം, ബോധക്ഷയമാകാം. ക്രോധാത് ഭവതി സമ്മോഹ എന്ന അതിലെ സമ്മോഹം വിവേകമില്ലായ്മയാണ്. അപ്പം മോഹം ഗത എന്നുള്ളിടത്ത് മോഹാലസ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ അർത്ഥം പറയാറില്ലേ. അപ്പോൾ അതിലും ഒരു മോഹമുണ്ട്. അപ്പോൾ ആഗ്രഹം എന്നും ഈ മോഹത്തിന് നമുക്ക് ധരിക്കാം അല്ലേ. അപ്പോൾ ഇപ്രകാരമുള്ള യാതൊരു മോഹവും ദേവിയെ തീണ്ടുകയില്ല എന്നാണ്. അത് ഈശാവാസ്യോപനിഷത്തിൽ എടുത്തു പറയുന്ന ഒരു ശ്രുതിവാക്യമുണ്ട്. തത്രകോ മോഹകാ ശോക ഏകത്വമനുപശ്യത എന്നാണ്. അപ്പോൾ മോഹം അവിദ്യാജന്യമായിട്ടുള്ള ഭൗതിക ഭ്രമമാണ്. അദ്വൈത ദൃഷ്ടി കൈവന്നത് എന്തു മോഹം എന്തു ശോകം എന്നാണ്. അദ്വൈത ഇത് കൈവന്ന ആൾക്ക് മോഹം ശോകം ഒന്നുമില്ല എന്നുള്ളതാണ്. ഇനി 163 നാമം. മോഹനാശിന്യൈ നമ. മോഹത്തെ നശിപ്പിക്കുന്നവൾ എന്നാണ് അല്ലേ. അപ്പോൾ ഭക്തന്മാരുടെ മോഹത്തെയാണ് ദേവി നശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മോഹത്തിന് മുൻ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ള അർത്ഥമെല്ലാം അത് തന്നെയാണ് ഈ നാമത്തിനും അർത്ഥമായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. 164 നാമം. ഓം നിർമ്മമായേ നമ. മമതയില്ലാത്തവളാണ് ദേവി എന്നാണ്. അപ്പോൾ എൻ്റേതെന്ന ഭാവമാണ് മമത അല്ലേ. അപ്പോൾ മമതയും മോഹവുമാണ് സംസാരത്തിൻ്റെ ബീജങ്ങൾ എന്ന് പറയണം. അപ്പോൾ അർജുനൻ യുദ്ധരംഗത്ത് പരവശനായി തീർന്നതും മമതയുടെയും മോഹത്തിൻ്റെയും പിടിയിലമർന്നതുകൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദേവിക്ക് മമതയില്ല എന്ന് പറയുമ്പോൾ ദേവി സ്നേഹശൂന്യെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഉദാസീനതയാണെന്നോ അല്ല അർത്ഥം. മറിച്ച് ദേവി നിർലേപയാണെന്ന് നേരത്തെ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട് അല്ലേ. ആ നിർലേപത്വമാണ് ഇവിടുത്തെ നിർമ്മതത്വത്തിന് ഹേതുവായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഭക്തനിലും ഈ നിർമ്മമത്വമാണ് രൂഢമൂലമാകേണ്ടത് എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ മാത്രമേ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ശോകത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. ഈ 165 നാമം. മമതാഹന്ത്രിയൈ നമ. മമതയെ ഹനിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ദേവി നിർമ്മമയാണെന്ന് മാത്രമല്ല, ദേവിയെ ആരാധിക്കുന്നവരിലെ മമതാബുദ്ധി കൂടി ദേവി ദുരീകരിക്കുന്നു എന്നാണ് നാമത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ഉപദേശങ്ങൾ ശ്രവിച്ച അർജുനനുണ്ടായ മാനസികാവസ്ഥ അതാണ്. അപ്പോൾ ആധ്യാത്മിക ശിക്ഷണത്തിൻ്റെ പരമപ്രയോജനം മമതാബുദ്ധിയെ അനുപദം അതിജീവിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ 166 നാമം. നിഷ്പാപായൈ നമ. പാപമില്ലാത്തവൾ എന്നാണ്. അപ്പോൾ നിത്യശുദ്ധയും നിത്യബുദ്ധയും നിത്യമുക്തയുമാണ് ദേവി എന്ന് നമ്മൾ അനുസ്മരിച്ചു. അപ്പോൾ പാപകാരണമായിട്ടുള്ള കർമ്മബന്ധം ദേവിക്ക് ബാധകമല്ല എന്നാണ്. ഇത് ഗീതയിൽ ഭഗവാനും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസ. ദുഷ്കൃതവും നിജ സുഹൃതവുമെല്ലാം
കാൽക്കലെ നമസ്കൃതി ചെയ്ത് മുകുന്ദനിലാക്കി അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മമൊന്നും കർത്താവിനെ സ്പർശിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയണേ. അപ്പോൾ കർമ്മയോഗിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാക്ഷാൽ ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ കഥ പിന്നെ എന്താ പറയുക? അപ്പോൾ ദേവി ലോകരക്ഷ നിർവഹിക്കുന്നത് ജഗത്തിൻ്റെ ഹിതം ലക്ഷ്യമാക്കിയാണ് അല്ലേ? അപ്പോൾ ദേവിക്ക് അതിൽ സ്പൃഹയില്ല എന്നാണ്. നമേ കർമ്മഫലേ സ്പൃഹ എന്ന് ഭഗവാനും പറയുന്നുണ്ട്. അവിടെ പാപശങ്കയ്ക്ക് യാതൊരു വിധത്തിലുള്ള പഴുതുകളും ഉണ്ടാവുന്നില്ല എന്നാണ്. ഇനി 167 നാമം. ഓം പാപനാശിന്യേ നമഃ. ഭക്തന്മാരുടെ സകല പാപങ്ങളും എരിച്ചു കളയുന്നവൾ. അപ്പോൾ ആത്മജ്ഞാനവും തപസ്സും ജപവും ധ്യാനവും പുണ്യതീർത്ഥങ്ങളിലെ സംവാസവും സ്ഥിരമായിട്ട് ആർക്കുണ്ടോ അവരെ പാപം സ്പർശിക്കുകയില്ല എന്നാണ്. അപ്പോൾ അത്തരക്കാർ അറിവില്ലാതെയും സാഹചര്യ ബലത്താലും ചെയ്തു പോയിട്ടുള്ള പാപം മേരുശൈല തുല്യമായാൽ പോലും അഗ്നിയിൽ പഞ്ഞി എന്ന പോലെ തന്നെ ക്ഷണനേരം കൊണ്ട് ഭസ്മീകരിക്കപ്പെടണു എന്നാണ്. അപ്പോൾ ദേവിയുടെ പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടയുന്നവന് ഈ പറഞ്ഞ യാതൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി 168 നാമം. ഓം നിഷ്ക്രോധായൈ നമഃ. ക്രോധമില്ലാത്തവൾ എന്നാണ്. അപ്പോൾ കാമമാണ് ക്രോധത്തിൻ്റെ പെറ്റമ്മ എന്ന് നമുക്കറിയാം അല്ലേ? കാമമില്ലെങ്കിൽ ക്രോധവും ഇല്ല. അപ്പോൾ ദേവിക്ക് യാതൊരു ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ ക്രോധവുമില്ല എന്നവിടെ വ്യക്തമാവുകയാണ്. അപ്പോൾ ക്രോധം എന്ന് പറഞ്ഞാൽ ഹിംസാത്മകവുമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബോധപൂർവം നിയന്ത്രിച്ച് അതിൽ നിന്നും മുക്തനാകാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. അഹിംസ പരമോ ധർമ്മ. പരമമായിട്ടുള്ള ധർമ്മം അഹിംസയാണെങ്കിൽ അതിന് ആവശ്യം വേണ്ട മാനസിക സംസ്കാരം ക്രോധമില്ലായ്മയാണ് എന്ന് ഇവിടെ കിട്ടണോ അല്ലേ? ഇതും ഗീതയിൽ 3-ാം അധ്യായത്തിൽ പറയണ്ടല്ലോ. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാസനോ മഹാപാപ്മ വിദ്യേനമിഹ വൈരിണം. ഈ കാമവും ക്രോധവും രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും രജോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതുമാണ് മഹാപാപങ്ങൾക്ക് പ്രേരകവും എന്തു തന്നെ വിഴുങ്ങിയാലും വിശപ്പടങ്ങാത്തതുമാണ് ഈ മഹാശത്രു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശത്രുവിനെ ജയിക്കുന്നതത്രേ ജീവിതത്തിൻ്റെ മഹാവിജയം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അപ്പോൾ തപസ്സും യജ്ഞവും ജപവും ധ്യാനവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി 169 നാമം. ഓം ക്രോധശമന്യേ നമഃ. ഭക്തനിലെ ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ആരുടെ ക്രോധവും ദേവിയുടെ മുന്നിൽ താനേ ശമിച്ചു പോകും എന്ന് തന്നെ പറയാം, ദേവിയെ കാണുന്ന മാത്രയിൽ തന്നെ. ഇനി 170 നാമം. ഓം നിർലോഭായേ നമഃ. ലോഭമില്ലാത്തവൾ എന്നാണ്. ലോഭം എന്ന് പറഞ്ഞാൽ അഷ്ടരാഗങ്ങളിൽപ്പെട്ടതാണ് അല്ലേ? മോക്ഷപ്രതിബന്ധകാരിയുമാണ്. അപ്പോൾ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യ ഡംബ അസൂയാദികളാണ് അഷ്ടരാഗങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സ്വന്തം കയ്യിലുള്ളത് ഭദ്രമാക്കി വെക്കുകയും അന്യൻ്റെ കയ്യിലുള്ളത് വസൂലാക്കി അനുഭവിക്കുകയും ചെയ്യാനുള്ള ദുർവാസനയാണ് ലോഭം എന്നാണ്. അപ്പോൾ ലോഭം എന്ന് പറഞ്ഞാൽ ത്യാഗത്തിൻ്റെ വൈരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമൃതത്വത്തിൻ്റെ ദിവ്യമായിട്ടുള്ള പദത്തെ പ്രതിബന്ധിക്കുന്നു എന്നാണ് ലോഭം. ദേവി ലോഭരഹിതയായതുകൊണ്ട് ഭക്തന്മാരുടെ സർവ അഭിഷ്ടപ്രദായിനിയായ ദേവിക്ക് ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. ഔദാര്യത്തിൻ്റെ വിളനിലമാണ് ദേവി എന്നും ഈ നാമത്തിലൂടെ നമുക്ക് വെളിവാക്കി കിട്ടുന്നു എന്നാണ്. ഈ 171 നാമം. ഓം ലോഭനാശിന്യേ നമഃ. ഭക്തന്മാരിലെ ലോഭചിന്തയെ നശിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാവിധ സാമൂഹിക ദ്രോഹങ്ങളെയും രോഗങ്ങളെയും അടിസ്ഥാനം മനുഷ്യനിലെ ലോഭമാണ് അല്ലേ? പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും കള്ളക്കടത്തും മായം ചേർക്കലും ഒക്കെ ലോഭത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് എന്നാണ്. അപ്പോൾ അനുകമ്പ, ദയ, ദാനം, നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ഇവയ്ക്കെല്ലാം വിലങ്ങാണ് ഈ ലോഭം എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥ ഭക്തന്മാരിൽ മേൽപ്പറഞ്ഞ ദുർഗുണങ്ങൾ അങ്കുരിക്കാതിരിക്കാനും
സദ്ഗുണങ്ങൾ തളിരിടാനും ദേവി അവരിലെ ലോഭചിന്തയുടെ നാമ്പ് നുള്ളിക്കളയണമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി 172 നാമം. ഓം നിസ്സംശയായേ നമ. സംശയമില്ലാത്തവൾ എന്നാണ് അല്ലേ. അപ്പോൾ ഉഭയകോടികം ജ്ഞാനം സംശയം എന്നാണ്. അതോ ഇതോ എന്നുള്ള 2 കോടികൾ ഇല്ലേ, 2 മുഖങ്ങൾ സംശയത്തിനുണ്ട് എന്നാണ്. അപ്പോൾ നിത്യസ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് ഒന്നിലും അതാണോ ഇതാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്നില്ല എന്നല്ല, സകലർക്കും ഗുരുസ്ഥാനീയമായിട്ടുള്ള ദേവി സംശയരഹിതയായിരിക്കണം. എങ്കിലും സംശയച്ഛേദിയായ ഉപദേശം നൽകാൻ കഴിയുന്ന ആളാണല്ലോ ഗുരു. ആ നിലയ്ക്കും ദേവി നിസ്സംശയാണ് എന്ന് നമുക്ക് വീക്ഷിക്കാം എന്നാണ്. ഇനി മറ്റൊന്ന്, ഒരു പ്രകാരത്തിലും സംശയിക്കപ്പെടേണ്ടവളല്ല ദേവി എന്നും ആർക്കും നിസ്സംശയം അഭയം പ്രാപിക്കാൻ പോരുന്ന മട്ടിൽ സർവ വല്ലഭയാണ് ദേവി എന്നും ആ നിലയ്ക്ക് ദേവി നിസ്സംശയാണ് എന്നുള്ള അർത്ഥവും നമുക്ക് എടുക്കാമെന്ന് കാണുന്നു. 173 നാമം. ഓം സംശയജ്ഞേ നമ. സംശയങ്ങളെ ഹനിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ഭക്തന് അല്ലെങ്കിൽ ഉപാസകന് പല വിധത്തിലുള്ള സംശയങ്ങൾ മനസ്സിലുദിക്കാം അല്ലേ. അതൊക്കെ അപ്പോഴപ്പോൾ പരിഹരിച്ച് ഉചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉപാസകൻ്റെ ഉള്ളിൽ ഉണർത്തുന്നവളാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ വെളിവാകുന്നു. അപ്പോൾ ഗുരുകടാക്ഷം എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തെയല്ലേ. അങ്ങനെ ഉദിക്കുന്ന ജ്ഞാനോദയം കുറ്റമറ്റതുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സംശയാലുക്കളായി ദേവിയെ സമീപിക്കുന്നവരിലും അത്തരം സംശയങ്ങൾ ദൂരീകരിച്ച് അനുഗ്രഹം ചൊരിയുന്നവളാണ് ദേവി എന്നും ഇത് ദേവിയുടെ കാരുണ്യശീലം വെളിവാക്കുന്നതാണ് ഈ നാമത്തിലൂടെ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആത്മജ്ഞാനം ലഭിക്കാതെ സംശയങ്ങൾ പൂർണ്ണമായും നീങ്ങുന്നില്ല എന്നുള്ളതിനാൽ ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്നവളാണെന്നും ഈ നാമത്തിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഇനി 174 നാമം. ഓം നിർഭവായൈ നമ. ഉൽപ്പത്തി ഇല്ലാത്തവൾ എന്നാണ് ആ നാമത്തിനർത്ഥം. അപ്പോൾ ആദ്യന്തവിഹീനയാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കി, നിത്യസ്വരൂപിണിയാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ദേവിക്ക് നിർഭവ എന്നുള്ള നാമം എന്തുകൊണ്ടും അനുയോജ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇനി 175 നാമം. ഓം ഭവനാശിന്യൈ നമ. ഭവം എന്ന് പറഞ്ഞാൽ ജനന മരണാദിരൂപമായിട്ടുള്ള സംസാരമാണ്. അപ്പോൾ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി അല്ലേ. അപ്പോൾ ബൃഹജ്ഞാമലോപനിഷത്ത് പ്രകാരം ഭവനാശിനി എന്ന് പറയുന്ന ഒരു പുണ്യതീർത്ഥമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സ്നാനം ചെയ്യുന്ന ഭക്തന്മാർക്ക് പുനർജന്മമില്ല എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയും ദേവിക്ക് ഭവനാശിനി എന്നുള്ള ഒരു പേര് എന്തുകൊണ്ടും ചേരും എന്നാണ്. കാരണം ജന്മവുമില്ല മരണവുമില്ല ദേവിയെ സംബന്ധിച്ചിടത്തോളം. ഇനി 176 നാമം. ഓം നിർവികൽപ്പായൈ നമ. വികൽപ്പ വിചാരങ്ങളില്ലാത്തവൾ എന്നാണ്. അപ്പോൾ സൂക്ഷ്മത്തിൽ പരമാർത്ഥത്തിൽ ഇല്ലാത്തതും ഉണ്ടെന്ന തോന്നൽ ജനിപ്പിക്കുന്നതും ഏതെന്നാണോ അതാണ് വികൽപ്പം അല്ലേ. അപ്പോൾ ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പ എന്നാണ് പ്രമാണം. യോഗശാസ്ത്രത്തിലാണ് ഇങ്ങനെയൊരു നിർവചനം കാണുന്നുള്ളത്. അപ്പോൾ ഏഷ വന്ധ്യാസുതോയാദി ഖ പുഷ്പകൃതശ്വേഖര മൃഗതൃഷ്ണാംഭസി സ്നാദ ശശശൃംഗധനുർധര എന്നാണ്. അപ്പോൾ ഈ കാനൽ ജലത്തിൽ നീരാടി ആകാശകുസുമങ്ങൾ തലയിൽ ചൂടി മുയലിൻ്റെ കൊമ്പ് കടഞ്ഞൊരുക്കിയ വില്ലേന്തി ഇതാ വന്ധ്യാപുത്രൻ എഴുന്നള്ളുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ആ വിരോധാഭാസങ്ങളൊന്ന് നോക്കൂ. ഇവിടെ വന്ധ്യയുണ്ട്, പുത്രനുമുണ്ട്. എന്നാൽ വന്ധ്യാപുത്രനില്ല. ആകാശമുണ്ട്, പൂക്കളുമുണ്ട്, പക്ഷേ ആകാശപുഷ്പങ്ങളില്ല. മുയലുണ്ട്, കൊമ്പുണ്ട്, പക്ഷെ മുയൽക്കൊമ്പില്ല. ഇതാണ് വികല്പം. അപ്പോൾ ഈ വികല്പങ്ങളില്ലാത്തവളാണ് ദേവി എന്നാണ്. ഈ ആശയം തന്നെ സൗഭാഗ്യഭാസ്കരത്തിൽ നിർവചിക്കുന്നുണ്ട്. വികല്പശൂന്യ വിഷയാക
ശബ്ദജന്യ ജ്ഞാനം, വസ്തുവില്ലാത്ത ശബ്ദജന്യമായ അറിവ് വികല്പമാവുന്നു എന്നാണ് അതിൽ പറയണത്. അപ്പോൾ ധ്യാനത്തിൻ്റെ പരമകാഷ്ഠയിൽ വികല്പങ്ങൾ അവസാനിക്കുന്നു എന്നുള്ളതാണ്. സദാ ആ അവസ്ഥയിൽ വർത്തിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. ഇനി ഗൗതമസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ മനസ്സിൻ്റെ സൃഷ്ടികളൊന്നും യാഥാർത്ഥ്യമല്ല, ദേവിയാകട്ടെ നിരുപാധികമായ ശുദ്ധജ്ഞാനസ്വരൂപിണിയാണ് എന്നുള്ളതാണ്. അപ്പം ശാസ്ത്രവിരുദ്ധമായത് വികല്പവും വിരുദ്ധമല്ലാത്തത് നിർവികല്പവുമാണ്, അല്ലേ? അപ്പോൾ ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള 6 ശാസ്ത്രങ്ങളിൽ നിന്ന് ഭിന്നയല്ലാത്ത ദേവിയെ ഒരു ശാസ്ത്രത്തിനും നിഷേധിക്കാനാവില്ല എന്നുള്ളതാണ്. ഇനി 177 നാമം. ഓം നിരാബാധായേ നമ. ഒന്നിനാലും ബാധിക്കപ്പെടാത്തവൾ എന്നാണ്. ആബാധം എന്ന് പറഞ്ഞാൽ തെറ്റായ അറിവാണ്. അപ്പോൾ അരണ്ട വെളിച്ചത്തിൽ കിടക്കുന്ന കയറിൽ സർപ്പഭ്രമം നമുക്ക് തോന്നാറില്ലേ? ആ ഭ്രമം ജ്ഞാനമാകുന്ന വെളിച്ചമെത്തുമ്പോൾ ഇല്ലാതെയാവുന്നു. ഈ വക ഭ്രമജ്ഞാനങ്ങളൊന്നും ഏശാത്തവളാണ് ദേവി എന്നുള്ളതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. ഇനി 178 നാമം. നിർഭേദായൈ നമ. ഒരു ഭേദബുദ്ധിയുമില്ലാത്തവൾ എന്നാണ്. അപ്പോൾ ഗുണങ്ങളിലുള്ള സാജാത്യത്തെ അനുയോഗിത്വമെന്നും ഗുണങ്ങളിലുള്ള വൈജാത്യത്തെ പ്രതിയോഗിത്വമെന്നും പറയാറുണ്ട്, അല്ലേ? ഇങ്ങനെ അനുയോഗിത്വമോ പ്രതിയോഗിത്വമോ ഇല്ലാത്തവളാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതുകൂടാതെ കുർമ്മപുരാണത്തിൽ പറയുന്നു, അവിടുന്ന് പരമേശ്വരിയും അനന്തയും ഭേദബുദ്ധിയെ അകറ്റുന്ന പരാശക്തിയുമാകുന്നു. ശിവനും ശക്തിയും ഭിന്നമാണെന്ന് അജ്ഞാനികൾ കരുതുന്നുണ്ടെങ്കിലും തത്വമറിയുന്ന യോഗികൾ ശിവശക്തികളുടെ അഭേദത്വം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേവി ഭേദചിന്തയ്ക്ക് അതീത എന്ന് മാത്രമല്ല, ദേവിയുടെ മുന്നിൽ സകലർക്കും ഭേദചിന്ത അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് അടുത്ത നാമത്തിലൂടെ കൂടുതൽ വ്യക്തമാവണേതും. ഭേദനാശിന്യൈ നമ. 179 നാമം. ഭക്തന്മാരിൽ വാസനാജന്യമായുണ്ടാകാവുന്ന ഭേദചിന്തയെ ഉന്മൂലനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ 1000 നാമങ്ങൾ, രൂപങ്ങൾ, വിഷയങ്ങൾ, ഇതാണ് പ്രപഞ്ചം, ഇല്ലേ? ഈ വൈരുദ്ധ്യത്തിലെ ഏകത്വം അനുഭൂതമാകുന്നതിലാണ് ഭക്തൻ്റെ ജന്മസാഫല്യവും എന്നുള്ളതാണ്. അപ്പോൾ ആ ജന്മസാഫല്യം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്നുള്ളത് കൊണ്ട് ദേവി ഭേദനാശിനി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഭൗതികമായ എല്ലാ ദുഃഖത്തിനും കാരണം ഈ ഭേദബുദ്ധിയാണെന്ന് നമുക്കറിയാം. ശത്രു, മിത്രം, സ്വന്തം, അന്യത, അതേപോലെ ജയം, പരാജയം, ഈ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ ദ്വന്ദ്ങ്ങൾക്കും മൂലകാരണം അത് തന്നെയാണ്. അപ്പോൾ ആ ഭേദബുദ്ധി പരിഹൃതമായാൽ പിന്നെ ദുഃഖമില്ല എന്നുള്ളതാണ്. ഇനി 180 നാമം. ഓം നിർനാശായൈ നമ. നാശമില്ലാത്തവൾ എന്നാണ്, അല്ലേ? അപ്പോൾ കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന് കൽപ്പത്തൂര് നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ കാലദേശങ്ങൾക്ക് അതീതമാണ്, അത് നാശരഹിതമാണ്, അതിനാൽ ദേവി നാശരഹിതയുമാണ് എന്ന് വരുന്നു. അപ്പോൾ അവിനാശിതു തദ്വിദ്ധി യേന സർവവിധം തഥം വിനാശമവ്യയസ്യാസ്യ ന കച്ചിത് കർത്തുമർഹതി എന്ന് ഗീതയിൽ ഭഗവാനും പറയുന്നില്ലേ? ഏതൊന്നിനാൽ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവനും വ്യാപ്തമായിരിക്കുന്നുവോ അത് അവിനാശി, അതായത് വിനാശരഹിതം എന്നറിയൂ എന്നാണ്. അപ്പോൾ അവ്യയായ അതിനെ വിനാശം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ 181 നാമം. ഓം മൃത്യുമധന്യേ നമ. മരണത്തെ മഥിക്കുന്നവൾ എന്നാണ്. കഠോപനിഷത്തിൽ യമൻ ഈ സത്യം പറയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ജനാമ്യഹം സേവതിരിത്യ നിത്യം നഹ്യ ധ്രുവൈ പ്രാപ്യദേഹി ധ്രുവം തഥോ മയാ നചികേതവിച്ചിതോ അഗ്നി അനിത്യർ ദ്രവ്യർ പ്രാപ്തവാനസ്മി നിത്യം എന്നാണ്. യമൻ എന്നുള്ള സ്ഥാനം യോഗ്യത കൊണ്ട് നേടേണ്ടതാണെന്നാണ് യമൻ്റെ അഭിപ്രായം. അപ്പോൾ
യമനും അനിത്യതയെ പ്രാപിക്കുന്നു എന്നാണ്. അപ്പം യമനെ പോലും മാറ്റിമറിക്കാൻ ദേവി ശക്തയാണ് എന്നാണ്. അപ്പം മറ്റൊന്ന്, തൻ്റെ ഭക്തന്മാരെ യമൻ്റെ കയ്യിൽപ്പെടാതെ ജനനമരണങ്ങൾക്ക് വിടാതെ തന്നിൽ ലയിപ്പിച്ച് താനാക്കി മാറ്റി നിത്യത നൽകി അനുഗ്രഹിക്കുന്നവളാണ് ദേവി എന്നും ഈ നാമത്തിനൊരു അർത്ഥമായിട്ട് നമുക്ക് എടുക്കാം, അല്ലേ? അപ്പോൾ പ്രാരാബ്ധ കർമ്മഫലമായുണ്ടാകുന്ന രോഗപീഠകളെയും മരണഫലത്തെ തന്നെയും ദേവി തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ദൂരീകരിച്ച് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി 182 നാമം. ഓം നിഷ്ക്രിയായൈ നമ. യാതൊരു ക്രിയകളുമില്ലാത്തവൾ എന്നാണ്. ആത്മസ്വരൂപിണിയായ ദേവിക്ക് കർമ്മങ്ങളൊന്നും ബാധകമല്ല, അല്ലേ? അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളോ അതിനെപ്പറ്റി പറയാനുണ്ടോ? അവയൊക്കെ കർമ്മഫലങ്ങളല്ലേ എന്ന് നമുക്ക് ശങ്ക തോന്നാം, അല്ലെങ്കിൽ ശങ്കിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പിച്ചിപ്പൂ വിരിഞ്ഞാൽ മണം പരന്ന് വീശാറുണ്ട്, അല്ലേ? മണം പിച്ചിപ്പൂവിൻ്റെ സഹജ സ്വഭാവവുമാണ്. അവിടെ വിശേഷിച്ച് ഒരു പ്രത്യേക കർമ്മവും ഇല്ല എന്നുള്ളതാണ്. അതുപോലെയാണ് സൃഷ്ടിയാദി കർമ്മങ്ങളും എന്നാണ്. അതുകൊണ്ടാണ് ദേവി നിഷ്ക്രിയയായിരിക്കുന്നത് എന്ന് പറയണു. അപ്പോൾ മനീഷാപഞ്ചകത്തിൽ ബ്രഹ്മനിഷ്ഠനായ ഒരുവൻ്റെ കർമ്മങ്ങളൊന്നും കർമ്മങ്ങളല്ല എന്ന് അനുഭൂതിയോടെ ആചാര്യസ്വാമികൾ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. ഇതേ ആശയം തന്നെയാണ് ഗീതയും വ്യക്തമാക്കുന്നത്. എങ്ങനെ? നൈവ കിഞ്ചിത് കരോമിതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ഗുണൻ സ്പൃശൻ ജിഹ്ര നാശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹണാനുമിഷൻ നിമിഷന്നവി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി ധാരയെന്ന് ഗീതയിൽ 5-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയണു. അപ്പോൾ യോഗയുക്തനായ തത്വജ്ഞൻ ദർശിക്കുക, ശ്രവിക്കുക, സ്പർശിക്കുക, ഘ്രാണം ചെയ്യുക, അശിക്കുക, ഗമിക്കുക, നിദ്ര ചെയ്യുക, ശ്വസിക്കുക, പ്രലപിക്കുക, വിസർജിക്കുക, ഗ്രഹിക്കുക, ഉന്മീലനം ചെയ്യുക, നിമീലനം ചെയ്യുക എല്ലാം നടത്തുമ്പോൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ്. താൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ മനനം ചെയ്യും, അല്ലെങ്കിൽ വിചാരിക്കും എന്നാണ് ആ ഗീതാവാക്യത്തിൻ്റെ അർത്ഥം തന്നെ. ഇനി 183 നാമമാണ്. ഓം നിഷ്പരിഗ്രഹായേ നമ. സ്വയം പൂർണ്ണയും ആപ്തയുമാകയാൽ ഒന്നും സംഗ്രഹിച്ചു വയ്ക്കാത്തവൾ എന്നാണ്. അപ്പോൾ ഭാര്യാപുത്രാദികളും ധനധാന്യമാണ് പരിഗ്രഹം. അതൊന്നും ദേവിക്ക് ബാധകമല്ല എന്നാണ്. ഉണ്ടെന്ന് കൽപ്പിക്കുന്നതൊക്കെ കൽപ്പന മാത്രമാണ് എന്ന് പറയണു. അപ്പോൾ നിഷ്പരിഗ്രഹയായ ദേവിക്ക് പിന്നെ എന്തിനാണ് അമ്പലവും പൂജയും നിവേദ്യവും കാണിക്കുകയും ചെയ്യുന്നൊക്കെ നമുക്ക് തോന്നാം. അത് ഭക്തന്മാരുടെ താല്പര്യം എന്ന് മാത്രം മനസ്സിലാക്കുക. ഭക്തന്മാരുടെ മനസ്സുഖവും ശാന്തിയും നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യാറുള്ളത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നാം കൊച്ചു കുട്ടികൾക്ക് നമ്മുടെ സമ്പത്തിനനുസരിച്ചിട്ടുള്ള രത്നാഭരണങ്ങളൊക്കെ അണിയിക്കാറില്ലേ? കുഞ്ഞിന് എന്തിനാണ് ആഭരണം? അതിൻ്റെ വില പോലും കുഞ്ഞ് മനസ്സിലാക്കാറില്ല. പിന്നെ അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അണിയിക്കാറ്? അണിയിക്കുന്നവരുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യാറുള്ളത്, അല്ലേ? അപ്പോൾ പരിഗ്രഹ ശബ്ദത്തിന് ബന്ധുജനം, ഭാര്യ, സ്വീകാര്യം, മൂലം അത് എന്നൊക്കെയുള്ള അർത്ഥങ്ങളുള്ളതായിട്ട് മേദിനി കോശത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദേവി സർവത്തിൻ്റെയും മൂലകാരണമാകയാൽ ദേവിക്ക് മൂലമായി മറ്റൊന്നുമില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ സർഗം ഈ നാമത്തോടു കൂടിയിട്ട് നമുക്കിവിടെ ഉപസംഹരിക്കാം. അടുത്ത 184 നാമം നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യേ നമ. ഓം